നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കോൺഗ്രസില് കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധങ്ങൾ ആന്ധ്രാപ്രദേശിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് രേവന്തിന്റെ ചില വാക്കുകളിലൂടെയാണ്. തൻ്റെ സുഹൃത്തും തൻ്റെ രാഷ്ട്രീയ ഗുരുവുമായിട്ടുള്ള ചന്ദ്രബാബു നായിഡുവിനെ മെരുക്കിയെടുക്കാനും BJPയുമായുള്ള ബാന്ധവം ഉപേക്ഷിക്കാനും രേവന്ത് റെഡ്ഡി പുതിയ പ്ലാൻ ഇറക്കുകയാണ്. എങ്ങനെയും ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് തിരിച്ച് കരകയറാൻ ഏതൊക്കെ രീതിയിൽ കളിക്കാമോ അതെല്ലാം ചെയ്യാൻ വേണ്ടി രേവന്ത് തയ്യാറായി നിൽക്കുകയാണ്. നമുക്കറിയാം, ആന്ധ്രയുടെ വിഭജനത്തിന് ശേഷം തെലങ്കാന പൂർണ്ണമായും ചന്ദ്രശേഖര റാവുവിൻ്റെ കൈപ്പിടിയിലായിരുന്നപ്പോൾ രേവന്ത് നടത്തിയ പോരാട്ടം, അന്ന് അദ്ദേഹം തെലങ്കാനയിലെ കോൺഗ്രസ് അധ്യക്ഷനായിരുന്നു, അതാണ് വിജയം കണ്ടതും 9 കൊല്ലത്തെ ഭരണത്തിന് ശേഷം ചന്ദ്രശേഖര റാവുവിൻ്റെ പാർട്ടി ഇന്ന് നാമാവശേഷമാകുന്ന രീതിയിൽ ആക്രി പരുവമായി മാറിയത് എന്ന് വേണമെങ്കിൽ പറയാം. വാസ്തവത്തിൽ അതിൻ്റെ എല്ലാം ചുക്കാൻ പിടിച്ചത് രേവന്തിൻ്റെ വിശ്വസ്തരായ പാർട്ടി പ്രവർത്തകരുമാണ്. ഇതേ പ്ലാൻ കൃത്യമായി ആന്ധ്രയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ശ്രമമാണ്. അതായത്, ഇനി ജഗൻമോഹനെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കോൺഗ്രസുമായി ജഗൻമോഹൻ അടുക്കണമെന്നുണ്ടെങ്കിലും പല കേസുകളും ജഗൻമോഹൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് കോൺഗ്രസോ ഇന്ത്യ സഖ്യവുമായോ YRS കോൺഗ്രസ് അടുപ്പം കാണിച്ചാൽ BJP അപ്പോൾ ബുക്ക് ചെയ്യും, BJP അപ്പോൾ തന്നെ ജഗനെ ലോക്ക് ചെയ്യും എന്ന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നീക്കം എന്ന് പറയുന്നത് ജഗൻ്റെ അണികളെ കൃത്യമായി കോൺഗ്രസിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്പറേഷനാണ് ആന്ധ്രയിൽ വിഭിന്നമായി നടന്നുകൊണ്ടിരിക്കുന്നത്. കാലമെടുത്തു തന്നെയാണ് പല നീക്കങ്ങളും നടത്തേണ്ടത്. 2029 വാസ്തവത്തിൽ അട്ടിമറികളൊന്നും നടന്നില്ലെങ്കിൽ ഇനി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതിനു മുമ്പ് തന്നെ 2027 സെൻസസോടനുബന്ധിച്ച് ഈ രാജ്യത്ത് മണ്ഡല വിഭജനം പൂർത്തീകരിക്കപ്പെടുകയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പരമാവധി അവരെ വീർപ്പ് മുട്ടിക്കുന്ന രീതിയിൽ, അവരുടെ ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കുന്ന രീതിയിലേക്ക് BJP അവരുടെ സിദ്ധാന്ത നയങ്ങൾ കൂടുതൽ വ്യക്തമായി രൂപീകരിച്ച് ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും തമ്മിലുള്ള വലിയൊരു വിഭജനം, ഒരു വേർതിരിക്കൽ, അത് എക്കോണമിയുടെ കാര്യത്തിലായിരുന്നാലും GDPയുടെ കാര്യത്തിലായിരുന്നാലും ഒക്കെ കൊണ്ടുവരും. ഉദാഹരണത്തിന്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും GST കൃത്യമായി കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നും പിരിച്ചെടുക്കുന്ന നികുതി കേന്ദ്ര വിഹിതം കൃത്യമായി കേന്ദ്രത്തിന് കിട്ടുന്നുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പരിപൂർണമായി നൽകുന്നില്ല, സഹകരിക്കുന്നില്ല. എന്നാലും BJPക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളോടാണ്. കാരണം ഏറ്റവും കൂടുതൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് BJP അധികാരത്തിലുള്ളത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ BJP ഇപ്പോൾ ആകെ അവശതയിലാണ്, ശോകാർദ്രമായ അന്തരീക്ഷമാണ്. BJPക്ക് അപ്പോൾ അവർ അധികാരത്തിലുള്ള സ്ഥലങ്ങളിൽ മാത്രം ആനുകൂല്യങ്ങൾ കൂടുതൽ കൊടുത്താൽ മതി. കാരണം ഭാരതത്തിൽ അധികാരത്തിലെത്താൻ അവർക്ക് ദക്ഷിണേന്ത്യ വേണമെന്നില്ല. കാരണം അത്രയേറെ ദക്ഷിണേന്ത്യയുടെ സാഹചര്യം അല്ലെങ്കിൽ സാന്നിധ്യം BJPയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ പ്രശ്നമല്ല. നോക്കൂ, ഈ രാജ്യത്തിൻ്റെ GDPയുടെ 50% ദക്ഷിണേന്ത്യയിലെ ഈ 4 സംസ്ഥാനങ്ങൾ നൽകുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അവർക്ക് അർഹമായ യാതൊരു പരിഗണനയും കൊടുക്കുന്നില്ല. ആനുകൂല്യം കൊടുക്കുമ്പോൾ ജനസംഖ്യാ അനുപാതത്തിൽ കൊടുക്കുന്നു.